പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 4ാം ക്ലാസ് മലയാളത്തിന്റെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് പ്രവർത്തനം 1 നോക്കാം. വായിക്കാം എഴുതാം എന്നാണ്. അതില് താഴെ നിങ്ങൾക്ക് ഒരു ഖണ്ഡിക കൊടുത്തിട്ടുണ്ട്, ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയിട്ട് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ മക്കളെ? നോക്കാം. അവധി ദിവസം കളിക്കാനിറങ്ങിയതായിരുന്നു ആദിത്യനും കൂട്ടുകാരും. കളിസ്ഥലത്തിനടുത്തുള്ള ചെറിയ തോടിന്റെ കരയിൽ ധാരാളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കിടക്കുന്നത് ആദിത്യൻ ശ്രദ്ധിച്ചു. അവൻ തോട്ടിലേക്ക് നോക്കി. ഒഴുകുന്ന വെള്ളത്തിനടിയിലും പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും അടിഞ്ഞുകൂടിയിരിക്കുന്നു. ഇങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ദോഷം ചെയ്യും. ശുദ്ധജലം മലിനമാകുന്നതും പക്ഷികളും മീനുകളും ഇതുമൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതും മറ്റും അവൻ കൂട്ടുകാരോട് വിശദീകരിച്ചു. ആദിത്യന്റെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. എല്ലാവരും ചേർന്ന് തോടും പരിസരവും വൃത്തിയാക്കാൻ തുടങ്ങി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് അവർ ഹരിതകർമ്മസേനയെ ഏൽപ്പിച്ചു. കുട്ടികളുടെ നല്ല പ്രവൃത്തിയെ എല്ലാവരും പ്രശംസിച്ചു. കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി തോടിന്റെ ശുദ്ധിയും ഭംഗിയും അവർ വീണ്ടെടുത്തു. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. അതായത് ആദിത്യനും കൂട്ടുകാരും കൂടി അവന്റെ നാട്ടിലെ തോടും പുഴകളൊക്കെ വൃത്തിയാക്കിയത്, അവിടുത്തെ പ്ലാസ്റ്റിക് ഒക്കെ പെറുക്കി വൃത്തിയാക്കിയതിനെ കുറിച്ചാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കുട്ടികൾ മാലിന്യങ്ങൾ കണ്ടത് എവിടെയാണ്? തോടിന്റെ കരയിൽ, അല്ലേ? അവൻ എവിടെയാ കണ്ടത്? തോടിന്റെ കരയിലാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒഴുകുന്ന വെള്ളത്തിനിടയിൽ എന്തെല്ലാമാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്? കൂടിയിരിക്കുന്നത്? പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും അടിഞ്ഞുകൂടിയിരിക്കുന്നു. അപ്പോ ഓപ്ഷൻ ഏതാണ്? സി ആണ്, പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും. അഭിനന്ദിച്ചു എന്ന അർത്ഥം വരുന്ന പദം കഥയിൽ നിന്ന് കണ്ടെത്തുക. അഭിനന്ദിച്ചു എന്ന് പറയുന്നത് എവിടെയാണ്? അവരെ എല്ലാവരും പ്രശംസിച്ചു. അപ്പൊ ഏതാണ് ഉത്തരം? പ്രശംസിച്ചു എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ്, ആദിത്യന്റെ കഥ വായിച്ചല്ലോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഥയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ആദിത്യൻ പ്രകൃതിയോട് സ്നേഹമില്ലാത്ത കുട്ടിയാണ്, അത് തെറ്റാണ്, അല്ലെ? മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ദോഷം ചെയ്യും, അത് ശരിയാണ്. തോട് വൃത്തിയാക്കാനുള്ള കുട്ടികളുടെ തീരുമാനത്തെ എല്ലാവരും എതിർത്തു, ഇല്ല, അതും തെറ്റാണ്, അല്ലെ? കുട്ടികളുടെ കൂട്ടായ പരിശ്രമം തോടിന്റെ ഭംഗി വീണ്ടെടുത്തു, ശരിയാണ്. 2ഉം 4ഉമാണ് ശരി. അപ്പൊ ഓപ്ഷൻ സി ആണ് മക്കൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി കഥയ്ക്ക് അനുയോജ്യമായ തലക്കെട്ട്. ഈ കഥ വായിച്ചു നോക്കിയപ്പോ നിങ്ങൾക്ക് എന്ത് തലക്കെട്ടാണ് തോന്നുന്നത്? ഒന്നെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എഴുതാം. എന്താണ്? ഒത്തൊരുമിച്ചാൽ എന്താണ്? നമുക്ക് നമ്മുടെ നാടും ഒക്കെ നന്നാക്കാം, അല്ലെ? പിന്നെന്താണ്? നന്മ, അല്ലെങ്കിൽ എന്താണ്? വേറെ എന്താണ്? എന്റെ നാട്, എന്റെ ഗ്രാമം, എന്റെ നാട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തലക്കെട്ട് കൊടുക്കാം. ഇനി പ്രവർത്തനം 2, ചിഹ്നങ്ങൾ ചേർക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിച്ച് ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുക. നമുക്ക് തന്നിരിക്കുന്നത്, മക്കളെ ക്ഷീണിച്ചു പോയോ? ഈ മാമ്പഴം കഴിച്ച് എന്റെ തണലിൽ അല്പം വിശ്രമിച്ചോളൂ. കുട്ടികളെ ചേർത്ത് പിടിച്ച് മാവ് പറഞ്ഞു. കുട്ടികൾ ആർത്തിയോടെ മാമ്പഴം നുണഞ്ഞു. ഹായ്, എന്തു രുചി! എങ്ങനെയാ അപ്പൊ ഇത്? മക്കളെ ക്ഷീണിച്ചു പോയോ? ക്വസ്റ്റ്യൻ മാർക്കാണ്, അല്ലെ? ഈ മാമ്പഴം കഴിച്ച് എന്റെ തണലിൽ അല്പനേരം വിശ്രമിച്ചോളൂ. അവിടെ വീണ്ടും ഫുൾ സ്റ്റോപ്പ് ഇടുക. പിന്നെന്താണ്? കുട്ടികളെ ചേർത്ത് പിടിച്ച്, ഇവിടെ ഒരു കോമ ഇടണം കേട്ടോ. മക്കളെ എന്ന് വിളിക്കല്ലേ, വിശ്രമിച്ചോളൂ, ഫുൾ സ്റ്റോപ്പ് ഇടുക. കുട്ടികളെ ചേർത്ത് പിടിച്ച് മാവ് പറഞ്ഞു, അവിടെയും ഫുൾ സ്റ്റോപ്പ് ഇടുക. കുട്ടികൾ ആർത്തിയോടെ മാമ്പഴം നുണഞ്ഞു. ഹായ്, എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുക. എന്ത് രുചി! ഇങ്ങനെയാണ് നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന പോലെയാണ് നിങ്ങൾ ചിഹ്നങ്ങൾ ചേർക്കേണ്ടത്. നെക്സ്റ്റ്, പ്രവർത്തനം 3, വരികൾ കൂട്ടിച്ചേർക്കാം. തോടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ നാട്ടിൽ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങി. സ്കൂളുകളിലേക്കുള്ള വഴിയിൽ തെളിനീരൊഴുകുന്ന തോട് നോക്കി ആദിത്യനും കൂട്ടുകാരും ഉറക്കെ പാടി. ആദിത്യന്റെ പാട്ടിലെ ആശയം ഉൾക്കൊള്ളുന്ന കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത് നിങ്ങളും പാടൂ. 6 വരിയിൽ കുറയരുത്. കളകള കളമൊഴുകും കാട്ടരുവി, മാമല പെറ്റൊരു കുഞ്ഞരുവി, മീനുകൾ പായും പാലരുവി, എന്തൊരു സുന്ദരി തേനരുവി. ഈ അരുവിയെ കുറിച്ച് ഇനി എന്താണ്? തെന്നി തെന്നി ഒഴുകും എന്താണ്? എന്തെങ്കിലും ഒരു അരുവി നിങ്ങൾ ചേർത്ത് അങ്ങനെ എന്താണ്? തെന്നി തെന്നി ഒഴുകുന്ന കുഞ്ഞരുവി,
നീണ്ട് എന്താണ് കടലിൽ ചെന്ന് പതിക്കും കുഞ്ഞരുവി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കറിയാവുന്ന പോലെ എന്താണ് 6 വരിയിൽ കുറയാതെ ഇതിന്റെ ലൈനുകൾ കംപ്ലീറ്റ് ആക്കുക എന്നാണ്. പ്രവർത്തനം 4 4A 4B എന്നിങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആദ്യത്തെ ഡയറി എഴുതാം. ആദിത്യൻ വളരെ സന്തോഷത്തോടെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയ തോടും പരിസരവും കൂട്ടുകാരോടൊത്ത് വൃത്തിയാക്കിയത് ഓർത്തപ്പോൾ അവന് അഭിമാനം തോന്നി. പതിവ് പോലെ ആദിത്യൻ ആ ദിവസം ഡയറി എഴുതാനിരുന്നു. ഈ അനുഭവങ്ങൾ നിങ്ങൾക്കായിരുന്നെങ്കിൽ എന്തെല്ലാമായിരിക്കും ഡയറിയിൽ ഉണ്ടാകുക? എഴുതി നോക്കുക. ഈ അനുഭവം നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും എഴുതുക? ഇതുപോലെ തന്നെ എഴുതുക അല്ലേ? ആദ്യം ഒരു ഡയറിക്ക് കോളം ഉണ്ട് അല്ലേ? ഡയറിയിൽ വരയ്ക്കുക. എന്നിട്ട് എന്താണ് ദിവസം, അന്നത്തെ ദിവസം ഡേയും ഡേറ്റും അല്ലേ? ദിവസം എഴുതുക. എന്നിട്ട് എന്താ, ഇന്ന് എനിക്ക് എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു. ഞാൻ എന്താണ് മേളിലെ പാരഗ്രാഫിൽ തന്നെ ഉണ്ട് അല്ലേ? ഈ ആദ്യത്തിന്റെ അതേപോലെയുള്ള അനുഭവം അല്ലേ? അപ്പൊ ഞാനും എന്റെ കൂട്ടുകാരും കൂടി കളിക്കാൻ ഇറങ്ങിയപ്പോ തോടിന്റെ കരയിൽ ഒരുപാട് പ്ലാസ്റ്റിക് കിടക്കണം കണ്ടു. അപ്പൊ ഞാൻ അതിന്റെ വെള്ളത്തിനടിയിലും പ്ലാസ്റ്റിക് കുപ്പികൾ കണ്ടു. ഞാനും കൂട്ടുകാരോട് പറഞ്ഞപ്പോ ഞാനും കൂട്ടുകാരും കൂടി അത് വൃത്തിയാക്കി. ഞങ്ങളെ എല്ലാവരും അഭിനന്ദിച്ചു. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇന്നൊരു നല്ല ദിവസമായിരുന്നു. ഇനി എന്നും ഞാൻ എന്റെ പരിസരം ഇതുപോലെ വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡയറി എഴുതാം. അല്ലെങ്കിൽ കത്തെഴുതാം. കത്തെഴുതണം എങ്ങനെയാ? ആദിത്യൻ പ്രകൃതിക്ക് കരുതലേക്ക് കണ്ടില്ലേ? ആദിത്യന്റെ നല്ല പ്രവർത്തികളെ സൂചിപ്പിച്ചുകൊണ്ടും അവനെ അഭിനന്ദിച്ചുകൊണ്ടും ആദിത്യന് ഒരു കത്തെഴുതുക. അപ്പൊ പ്രിയപ്പെട്ട, നിങ്ങൾ ആരാണോ കത്തെഴുതുന്ന ആളുടെ അതിടുക. ആർക്കാണോ കത്തെഴുതുന്നത് അത് രണ്ടും ആദ്യം എഴുതുക. പിന്നെ പ്രിയപ്പെട്ട ആദിത്യന് എന്താണ്, നീ ഇന്ന് ചെയ്ത പ്രവൃത്തി എന്താണ്, വളരെ നീ ചെയ്ത പ്രവൃത്തി നല്ലൊരു കാര്യമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് അത് ആവശ്യമുള്ളതാണ്. നിന്റെ ഈ പ്രവൃത്തി എനിക്കും ഒരു എന്താണ് പ്രചോദനമായി. ഇനി ഞാനും എൻ്റെ വീട്ടിലും എൻ്റെ പരിസരത്തും ഇതുപോലെ ഉള്ള ഇതുണ്ടെങ്കിൽ ഞാനും എൻ്റെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് അതൊക്കെ വൃത്തിയാക്കുകയും അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. എനിക്ക് വളരെ സന്തോഷം തോന്നി നിന്റെ ഇതിൽ. നന്ദി, നമസ്കാരം എന്ന് പ്രിയ കൂട്ടുകാരൻ ആൻഡ് ഇങ്ങനെ പേരെഴുതുക. അത്രയാണ് നിങ്ങൾ കത്തായിട്ട് എഴുതേണ്ടത്. ഇനി ഗദ്യരൂപത്തിലാക്കാൻ താഴെ നൽകുന്ന കവിത വച്ച് ആശയം ചോർന്നു പോകാതെ പൂർണ്ണ വാക്യങ്ങളാക്കി എഴുതൂ. ഇതൊരു കവിതയാണ് തന്നിരിക്കുന്നത്. സുഗതകുമാരിയുടെ. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. എന്താണ് പാട്ട് പിന്നെയും പാടി നോക്കുവാണ് ആര്? ചിറകൊടിഞ്ഞ കാട്ടുപക്ഷി. അപ്പൊ അത് എഴുതുന്ന സമയത്ത് എങ്ങനെയാണ്? ഒരു കാട്ടുപക്ഷി എന്താണ് അതിന്റെ പാട്ട് പിന്നെയും പാടി നോക്കുവാണ്. ചിറകൊടിഞ്ഞ കാട്ടുപക്ഷി പിന്നെയും എന്താണ് അവന്റെ പാട്ട് പാടി നോക്കുകയാണ്. മഴ തിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറുതിളക്കി. അതായത് മരം കൊണ്ട് മുറിച്ച ആ മരക്കൊമ്പിൽ തനിച്ചിരുന്ന് ആ ഒടിയ ചിറക് അത് പതുക്കെ ചെറുതായിട്ട് ഇളക്കി. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിയിടുന്നു. പേടിയാണ് അവന്. അത് അനങ്ങിക്കഴിഞ്ഞാൽ വേദനിക്കുമെന്ന് ഓർത്തിട്ട് പേടിച്ചിട്ട് അവൻ പതുക്കെയാണ് പാടുന്നത്. ഇടറും ഈ ഗാനം ഒന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല കൂട്ടിനു കിളികളില്ല. അവന്റെ ആ വേദന കൊണ്ട് അവൻ ആ പാട്ട് പാടുമ്പോ അവന്റെ പാട്ട് എന്താണ് ഇടറുന്നുണ്ട്. അത് ഏറ്റുപാടാൻ ആര് കൂടെ ഇല്ല? അവനൊരു ഇണയോ കൂട്ടിന് വേറെ കിളികളോ ഒന്നും അവന്റെ കൂടെ ഇല്ല. പതിവ് പോൽ കൊത്തിപ്പിരിഞ്ഞു പോയി മേച്ചൂടിൽ അടവച്ചുണർത്തിയ കൊച്ചുമക്കൾ. എന്താണ് എപ്പോഴും പിരിഞ്ഞു പോകുന്ന പോലെ അവൻ മേച്ചൂടിൽ അടവച്ചുണർത്തിയ അവന്റെ കൊച്ചുമക്കളും അവനെ കൊത്തിപ്പിരിഞ്ഞ് പോയി. ഇപ്പൊ അവനത് ഒറ്റയ്ക്കാണ്. അങ്ങനെ അവൻ വീണ്ടും അവന്റെ പാട്ട് പാടി നോക്കുവാണ്. ചിറകൊടിഞ്ഞ ആ കാട്ടുപക്ഷി. ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ സെന്റൻസ് ആക്കി വേണം നിങ്ങൾ അതിനെ എഴുതാൻ. അടുത്തത് പ്രവർത്തനം 5-ൽ 5A 5B എന്നിങ്ങനെ രണ്ടെണ്ണമുണ്ട്. ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. 5 സംഭാഷണം എഴുതാനാണ്. സ്കൂളിലെത്തിയ ഹരിതകർമ്മ സേനാംഗമായ ഗീതയോട് പരിസര സംരക്ഷണത്തെക്കുറിച്ചും മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചും ആദിത്യൻ ദീർഘനേരം സംസാരിച്ചു. അവർ തമ്മിൽ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അപ്പൊ എങ്ങനെ ചോദിക്കണേ? ആദിത്യൻ ചോദിക്കാണ്, ചേച്ചി എങ്ങനെയാണ് നിങ്ങൾ ഈ ഇതാണ് ഈ വേസ്റ്റ് ഒക്കെ എവിടെയാണ് കൊണ്ടിടുന്നത്? ഈ മാലിന്യങ്ങളൊക്കെ എവിടെയാണ് കൊണ്ടിടുന്നത്? ഇതെങ്ങനെയാണ് നിങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നത്? അപ്പൊ ആദിത്യൻ ചോദിക്കാണ്, നിങ്ങൾ എവിടെയാണ് ഈ മാലിന്യമൊക്കെ കൊണ്ടിടുന്നതെന്ന് ചോദിക്കുമ്പോ പറയും, ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് ഇതിനെ ഓരോന്ന്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ വേർതിരിക്കുന്നതെന്ന് ചോദിക്കാം. അപ്പൊ ഞങ്ങള് എന്താണ് പേപ്പറുകൾ വേറെ, കുപ്പികൾ വേറെ, പ്ലാസ്റ്റിക് കവറുകൾ വേറെ അങ്ങനെയായിട്ടാണ് വേർതിരിക്കുന്നത്. അപ്പോ
പരിസ്ഥിതി സംരക്ഷണത്തിന് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ അവർ തമ്മിലുള്ള ഒരു സംഭാഷണ രീതിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.